അകത്തേക്ക് പോകുന്നതല്ല ഒരുത്തനെ അശുദ്ധനാക്കുന്നത്, ഉള്ളിൽ നിന്ന് വരുന്നതാണെന്ന് നമ്മൾ ബൈബിളിൽ പറയില്ല. എന്ത് സാധനം അകത്ത് പോയാലും നീ അശുദ്ധപ്പെടില്ല, പക്ഷെ നിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു തീരുമാനമോ ഒരു തോട്ടോ ആയിരിക്കാം നിന്നെ അശുദ്ധിയിലേക്കോ ശുദ്ധിയിലേക്കോ നയിക്കുന്നത്. ഏറ്റവും ആദ്യം തോന്നേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. നമ്മൾക്ക് എല്ലാവർക്കും മാറാനൊരു അവസരം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളത് ഉപയോഗിക്കണം കറക്റ്റായിട്ട്. പിന്നീട് ചിലപ്പോൾ അത് കിട്ടിയെന്ന് വരില്ല. എന്ന ആക്ടറിനെ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ അടുത്തടുത്തായിട്ട് നമ്മളെല്ലാവരും ഈ ക്ലാരിറ്റിയുടെ പ്രശ്നം തിരിച്ച് ശൈലം വരുമ്പോഴും നമ്മൾ പറഞ്ഞത് ശബ്ദത്തിലേക്ക് ക്ലാരിറ്റി, സംസാരത്തിന് ക്ലാരിറ്റി വന്നിട്ടുണ്ടാവും. നമ്മുടെ വീട്ടുകാരല്ലാതെ നമ്മുടെ പരിചയക്കാരല്ലാതെ നമ്മുടെ പടം കാണുന്ന ആൾക്കാര് പടം കണ്ട് ക്യാരക്ടർ ഇഷ്ടപ്പെടും എന്നുള്ളത് നമുക്കറിയാം. വീട്ടിലൊരാൾക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ കണ്ട് സന്തോഷിക്കുന്നതും അല്ലെങ്കിൽ സമാധാനപ്പെടുന്നതും പോലെ പുറത്തുള്ള ആളുകൾ വെറും പടം കണ്ടത് കൊണ്ട് മാത്രം നമ്മൾ അങ്ങനെ കാണുന്നതേ, അത് എനിക്കൊരു പുതിയ ഒരു അനുഭവമായിരുന്നു. ഏത് പെൺകുട്ടീനെ കുറിച്ചാണ്? ആക്ച്വലി ആണുങ്ങള് കണ്ണു നോക്കിയിട്ട് പറയാറേ ഇല്ല, അങ്ങനെ നോക്കാറില്ല. പെൺകുട്ടികൾ നോക്കില്ല. in the lights camera talkil. Appo let me welcome Kadir, Shaijada and MC Joseph, the director, the creator to Lights Camera Talk. Thank you. ഇതിന്റെ ആദ്യത്തെ പോസ്റ്റർ ഞാൻ കാണുമ്പോ മീഷ ഫ്രം ദി ഡയറക്ടർ ഓഫ് വികൃതി എന്നാണ് കാണുന്നത്. അപ്പൊ വികൃതിക്ക് വേണ്ടി സംസാരിക്കുന്ന 2019 ഇത് 2025. എന്തേ ഇത്ര വൈകി? മീഷ വളരണ്ടേ? അതെന്താ ഒരു ഗ്യാപ്പ് രണ്ടാമത്തെ സിനിമയ്ക്ക്? 21 ഒരു സിനിമ അനൗൺസ് ചെയ്തിരുന്നു. അത് എന്റെ പ്രീ പ്രൊഡക്ഷൻ ഒക്കെ സിനിമ ഷൂട്ട് ചെയ്യുന്നതിന്റെ 5 ദിവസം മുമ്പാണ് കോവിഡ് വന്ന് അവതരിക്കുന്നതും ആ സിനിമ മുടങ്ങുന്നതും. പിന്നെ അടുത്ത സിനിമ ഇത് എഴുത്ത് ഞാൻ തന്നെയായിരുന്നു. എഴുതാൻ ഒരു സമയം എടുത്തു. 24 ഷൂട്ട് ചെയ്തു, 25 റിലീസ് ചെയ്തു. ഇതായിരുന്നു ആ ചെറിയ ഗ്യാപ്പ് എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ ദൂരമാണ്. കംപ്ലീറ്റ്ലി ഒരു സിനിമ മാറ്റി മറിച്ച് എഴുതണല്ലോ. ഇപ്പൊ നമ്മള് വികൃതി എഴുതുമ്പോ അന്ന് നമ്മുടെ അങ്കമാലി എല്ലോ ചേട്ടന്റെ സ്റ്റോറി ആണല്ലോ, അതാണല്ലോ അതിന്റെ ഒരു ബേസ് ലൈൻ. മീശയുടെ ബേസ് ലൈൻ എന്തായിരുന്നു? ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? മീശയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കുന്ന ഇൻസ്പിറേഷൻ ഇല്ല. പക്ഷെ അതിനകത്ത് പല കഥാപാത്രങ്ങളും പല ഇൻസിഡന്റുകളും ഇൻസ്പയർ ഒറിജിനൽ ഇവന്റ്സ് ആണ്, നടന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഷൈൻചേട്ടാ, how are you? Fine. How is health? ആരോഗ്യമൊക്കെ പയ്യെ സെറ്റ് ആയി വരുന്നുണ്ടോ? പയ്യെ സെറ്റ് ആയി വരുന്നുണ്ട്. ഓക്കെ അല്ലേ? എനിക്ക് ഇത് കൂടാതെ നട്ടലിന് ഒരു ചെറിയ ക്രാക്ക് ഉണ്ട്. അപ്പൊ അത് കിടന്ന് തന്നെ സെറ്റ് ആവണം. അതാണ് ഞാൻ കൂടുതൽ ഇന്റർവ്യൂസിന് പോകാത്തതും ദൂരേക്ക് യാത്ര ചെയ്യാത്തതും. അതും ഈ പീരീഡിന്റെ ഉള്ള ഈ 6 ആഴ്ചയുടെ ഉള്ളില് കിടന്ന് സെറ്റ് ആയിട്ടില്ലെങ്കിൽ പിന്നീട് വരും കാലത്ത് അത് പുറം വേദനയായിട്ട് പ്രശ്നമാവും. അപ്പൊ അത് ഹീലാവേണ്ട ടൈമില് എല്ല് ഹീലായിട്ടില്ലെങ്കിൽ പ്ലാസ്റ്റർ ഇടാനും പറ്റില്ലല്ലോ പുറത്ത്. മമ്മിക്ക് ഹിപ്പിനാണ് എവിടെയും ഇവിടെ. ഇത് പിന്നെ ഓപ്പറേഷൻ ചെയ്തു. ഇതിപ്പോ ഇനി 18-ാം തീയതി എടുക്കും. 21-ാം തീയതി മുതൽ ഷൂട്ട് തുടങ്ങും. ഒരെല്ല് കൂടുതലുള്ള ആളായിക്കൊണ്ടില്ല. പക്ഷെ ഒടിഞ്ഞപ്പോ എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ഈ ഭാഗത്ത് ഒരു എല്ല് തന്നെ ഉള്ളൂ. കൂടുതൽ എല്ലുള്ളത് റിപ്സ് ഈ ഏരിയല്ല. അവിടെ നിന്നാണല്ലോ ഒരു എല്ല് നമ്മള് വേറെ ആൾക്ക് കടം കൊടുത്ത് നമുക്കെതിരെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാക്കുന്നത്. സ്ത്രീകൾ ഒരുപാട് ഒച്ചപ്പാടുകൾക്കും ബഹളങ്ങൾക്കൊക്കെ ശേഷം ഷൈൻചേട്ടൻ പിന്നെ കാണുന്നത് മനുഷ്യന്റെ ഒരു ഇന്റർവ്യൂലാണ്. ആ ഇന്റർവ്യൂവിന്റെ താഴെ വന്നിട്ടുള്ള കമന്റ്സ് വായിച്ചിട്ടുണ്ടോ ഷൈൻചേട്ടാ? വായിച്ചോ? ഇത് അത് കണ്ടിട്ട് എന്ത് തോന്നിയോ? അത്ഭുതമാണോ? ഇത്രയും ആൾക്കാര് എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ. ഷൈൻചേട്ടൻ തന്നെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഇപ്പൊ മമ്മൂക്കനെയും ലാലേട്ടനെയും ഒക്കെ ആസ് എ പേഴ്സൺ ആളുകൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, ആസ് എൻ ആക്ടർ എന്നുള്ളതിനെക്കാട്ടിലും. അതുപോലെ ആസ് എ പേഴ്സൺ ഷൈൻ ടോം ചാക്കോയ്ക്ക് ഇത്രയും ആളുകൾ ഉണ്ട് എന്നുള്ള സപ്പോർട്ട് കണ്ടപ്പോ ഹൗ ഡിഡ് യു ഫീൽ? നമുക്ക് ഇപ്പൊ നമ്മുടെ വീട്ടുകാരല്ലാതെ നമ്മുടെ പരിചയക്കാരല്ലാതെ നമ്മുടെ പടം കാണുന്ന ആൾക്കാര് പടം കണ്ട് ക്യാരക്ടർ ഇഷ്ടപ്പെടും എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഒരാള്
വീട്ടിലൊരാൾക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ കണ്ട് സന്തോഷിക്കുന്നതും അല്ലെങ്കിൽ സമാധാനപ്പെടുന്നതും പോലെ പുറത്തുള്ള ആളുകൾ വെറും പടം കണ്ടതുകൊണ്ട് മാത്രം നമ്മൾ അങ്ങനെ കാണുന്നതേ, അത് എനിക്കൊരു പുതിയ ഒരു അനുഭവമായിരുന്നു. ഞാൻ മുന്നേ വിചാരിച്ചത് ഇത് പടം കാണുന്നത് കൊണ്ട് ക്യാരക്ടർ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. അപ്പൊ ഈ കുറ്റം പറയുന്നതും അതുകൊണ്ടാണെന്ന് വിചാരിച്ചത്. പക്ഷെ അവർക്ക് കുറ്റം പറയുന്നത് അവർ ഇഷ്ടപ്പെടുന്നത് കാരണമാണ്. അത് എനിക്ക് പുതിയൊരു തിരിച്ചറിവായിരുന്നു. അവർ ഇത്ര ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു എന്നുള്ളത് ക്യാരക്ടർക്കുപരി. അത് അത് നമ്മള് സിനിമയിൽ മാത്രമായിരിക്കും ചിലപ്പോൾ അത് സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നത്. വീട്ടിലൊരാളെ പോലെ അത് ആർട്ടിസ്റ്റിന് കിട്ടുന്ന ഒരു അംഗീകാരമാണ്, അവർക്ക് മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഭയങ്കരമായിട്ട് അറിയാവുന്ന ആരെയോ പോലെയാണല്ലോ നിങ്ങൾ അവര് പെരുമാറണത്, അവര് സംസാരിക്കുന്നത്. അവരിപ്പോ ഞാൻ ഒരുപാട് പേര് വിളിച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥനകൾ ഓർക്കാറുണ്ട്, വഴിപാട് നടത്താറുണ്ട്. അപ്പൊ നമുക്ക് ഉത്തരവാദിത്വം കൂടുതലായി തോന്നും. ഇപ്പൊ നമ്മുടെ വീട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമല്ല, പടം കാണാൻ വരുന്നവരും അല്ലെങ്കിൽ പടം കാണാത്തവരായിട്ട് വാർത്ത അറിയുന്നവരൊക്കെ നമ്മള് അവരെയും കൂടി നമ്മള് അവർക്ക് വേണ്ടിയും കൂടി നമ്മൾ ജീവിക്കണം. അതും കൂടി റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ളത് മനസ്സിലായി. അവർക്ക് വേണ്ടിയും കൂടിയാണ് ഇപ്പൊ ഇനി നമ്മൾ പടങ്ങൾ ചെയ്യുന്നത്. ഓൺ ബിഹാഫ് ഓഫ് ദം വി ആർ റിയലി ഹാപ്പി ടു ഹാവ് യു ബാക്ക്. അതും ഇങ്ങനെ ഇത്രയും നല്ല ചേഞ്ചോട് കൂടി കാണുമ്പോൾ നല്ലതാണോ മോശമാണോ എന്നുള്ളതല്ല, ഇതെല്ലാം ഒരിക്കൽ ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന എന്റെ ഹാബിറ്റ്സ് ആണ്. ഇതൊക്കെ ഹാബിറ്റ്സ് ആണ്. ഇത് ഓവർകം ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള കമന്റ്സുകളും ഇങ്ങനെയുള്ള സപ്പോർട്ടുകളൊക്കെയാണ് നമ്മളെ ഇതന്നെ തുടർന്നു കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്നത്. ഇപ്പൊ അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ ഒരുപക്ഷെ ഏതൊരു വ്യക്തിയും തിരിച്ചതിലേക്ക് പോകും. അങ്ങനെ സപ്പോർട്ട് കിട്ടാതെ അങ്ങനെ ആവേണ്ടി വരുന്ന ആളുകൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിപ്പോ ഫിലിമിൽ അഭിനയിക്കുന്നതുകൊണ്ടായിരിക്കും നമുക്ക് ഇത്രയധികം സപ്പോർട്ടുകൾ കിട്ടുന്നത്. ഒരാളും അറിയാത്ത ഒരാളുകൾക്ക് ഇങ്ങനെ തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചിട്ട് നീ പണ്ടത്തെ പോലെ തന്നെയുള്ള ആവോളോടാ, നിനക്കൊന്നും മാറാൻ പറ്റില്ല എന്ന് കേൾക്കുന്നിടത്ത് തകർന്നു പോകുന്ന ഒരുപാട് ജീവിതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത് പക്ഷെ നമ്മുടെ കാര്യത്തില് ആളുകൾ സപ്പോർട്ട് ചെയ്യാനുണ്ട്. ഇപ്പൊ അങ്ങനെ ഇപ്പൊ ഷൈൻചേട്ടൻ തന്നെ പറഞ്ഞില്ല അങ്ങനത്തെ ആളുകളുണ്ട് എന്ന്. അതായത് നോർമൽ ലൈഫിൽ ഇതുപോലെ ഷൈൻചേട്ടനെ പോലെ അറിയപ്പെടാത്ത ആളുകൾ. അങ്ങനത്തെ ഒരാളിപ്പോ ഇത് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ കാണുന്നുണ്ടെങ്കിൽ ഷൈൻചേട്ടൻ അവരോട് എന്താ പറഞ്ഞു കൊടുക്കുക? ഒന്നുമില്ല, അവര് തന്നെ വിചാരിച്ചാൽ മാത്രം മാറ്റാൻ പറ്റുള്ളൂ. അത് പിന്നെ നമ്മളെ പുറമേയുള്ള ആള് പിന്നീടാണ് പുറമേ നിന്നുള്ള സപ്പോർട്ടിന്റെ ആവശ്യമുള്ളൂ. ഏറ്റവും ആദ്യം തോന്നേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് എല്ലാം ഉണ്ടാവുന്നത്. അകത്തേക്ക് പോകുന്നതല്ല ഒരുത്തനെ അശുദ്ധനാക്കുന്നത്, ഉള്ളിൽ നിന്ന് വരുന്നതാണെന്ന് നമ്മൾ ബൈബിളിൽ പറയില്ല. അതായത് എന്ത് സാധനം അകത്ത് പോയാലും നീ അശുദ്ധപ്പെടില്ല, പക്ഷെ നിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു തീരുമാനമോ ഒരു തോട്ടോ ആയിരിക്കാം നിന്നെ അശുദ്ധിയിലേക്കോ ശുദ്ധിയിലേക്കോ നയിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും മാറാനൊരു അവസരം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടും. അത് എന്ത് രീതിയിലേക്കാണെങ്കിലും, നല്ല രീതിയിലേക്കാണെങ്കിലും മോശം രീതിയിലേക്കാണെങ്കിലും, മോശം രീതിയിൽ നിന്ന് നല്ല രീതിയിലേക്ക് മാറാൻ അവസരം കിട്ടുന്ന സമയത്ത് നമ്മളത് ഉപയോഗിക്കണം കറക്റ്റായിട്ട്. പിന്നീട് ചിലപ്പോൾ അത് കിട്ടിയെന്ന് വരില്ല, കിട്ടുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുക. അതിപ്പോ സ്വയം ഉണ്ടായി ഇപ്പം സപ്പോർട്ട് ചെയ്യാതെ ഒരാൾക്ക് സ്വയം മാറ്റിയെടുത്ത് മുന്നോട്ട് വരാൻ പറ്റുകയാണെങ്കിൽ അയാൾ അത്രയും സ്ട്രോങ് ആയിട്ടായിരിക്കും വരിക. അപ്പൊ ആരും ഇല്ലെങ്കിൽ നിങ്ങൾ തളരൊന്നും വേണ്ട. നിങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ പവറിലായിരിക്കും തിരിച്ചു വരും. ഡു ഇറ്റ് ഫോർ യു അല്ല അവരവന് വേണ്ടി ചെയ്യാം. വീശയിലേക്ക് വരുമ്പോ വീശയില് വേട്ടക്കാരനാണ്. അല്ല, വേട്ടക്കാരനെ കുറിച്ച് പറയും. വേട്ടയാടുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടില് അനുവദനീയമായിട്ടുള്ള ഒരു കലയല്ലല്ലോ. പക്ഷെ പണ്ട് നമ്മുടെ ജീവിതം തുടങ്ങുന്ന തന്നെ വേട്ടയാടി, മൃഗങ്ങളെ വേട്ടയാടി ഭക്ഷിക്കുന്നത് ബിഗിനിങ് അല്ല, ബിഗിനിങ് അതിന്റെ ഇടയിൽ കണ്ടുപിടിക്കപ്പെട്ട ഏറ്റവും വലിയ മുന്നേറ്റമാണ് ജീവിതത്തില് വേട്ടയാടി മൃഗങ്ങൾ. അതിപ്പോഴും നമ്മുടെ കാട്ടിലത്തെ നിയമമാണ്. വേട്ടയാടി ഭക്ഷിക്കാനുള്ളത് മാത്രം, പക്ഷെ വേട്ടയാടാൻ പാടുള്ളൂ, വിശപ്പിന് വേണ്ടി മാത്രം. അത് തന്നെയാണ് എത്ര വലിയ മൃഗങ്ങളാണെങ്കിലും ചെയ്യുന്നുള്ളൂ. പക്ഷെ നമ്മൾ മാത്രമാണ് ഇപ്പോഴും വേട്ടയാടാൻ പാടില്ല എന്ന് പറഞ്ഞു തന്നുകൊണ്ട് ഒരു കൊല്ലം വരെ കഴിക്കാനുള്ള സാധനം വേട്ടയാടി വെച്ചിരിക്കുന്നത്. അത് കുറച്ച് മൃഗങ്ങളെയാണെന്ന് മാത്രം. കോഴി, ആട്, പോത്ത്, പോർക്ക്. നമ്മൾ ഇന്നത്തെ നേരത്തേക്കുള്ള അല്ല വേട്ടയാടി വെച്ചിട്ടുള്ളത്, ഒരുപാട് കാലത്ത്. അതാണ് മനുഷ്യന്റെ നിയമവും മൃഗത്തിന്റെ നിയമവും കാട്ടിലെ നിയമവും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ കൾച്ചേർഡ് ആയിട്ടുള്ള മനുഷ്യരുടെ നിയമം ഭയങ്കര അൺകൾച്ചേർഡ് ആണ്. അല്ല, നമ്മളിപ്പോഴും KFC പോയിട്ട് ചിക്കൻ ചോദിക്കുമ്പോ ആരെങ്കിലും വേട്ടയാടി വെച്ചിട്ടുണ്ടായിരിക്കണ്ടേ?
Yes. വെൽക്കം ടു മലയാളം സിനിമ. Thank you. Thank you. ഹൗ വാസ് ഇറ്റ്? ഇപ്പൊ തിരിച്ചിനി തമിഴ്നാട്ടിലേക്ക് പോയിട്ട് അവിടെ ചിലപ്പോ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കുമല്ലോ, മച്ചാ എപ്പി ഇരുന്നത് മലയാളം മൂവി കഴിഞ്ഞിട്ട് ഇപ്പൊ എപ്പി ഇരിക്കാൻ ഇല്ല. ചോദിച്ചാ എന്താ പറയാ? Oh, I am talking Tamil in the Malayalam slang only. எல்லா இன்டர்வியூலயும் அந்த தமிழ்ல பேசுறதா, பட் ஆனா தமிழ்ல பேசுறப்பவே அந்த மலையாள டோன்ல தமிழ் பேசிட்டு இருக்கேன். മലയാളം சொல்ல இங்கிலீஷ் வாஸ் ஓகே. ഇംഗ്ലീഷിൽ മലയാളം ഇംഗ്ലീഷ് ഇത് മലയാളം തമിഴ് just മലയാളം ഇല്ല. എന്തെങ്കിലും പോട്ടെ. Yeah. അവിടെ ചെന്ന് ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കുമല്ലോ എങ്ങനെ ഉണ്ടായിരുന്നോ മലയാളത്തിൽ പോയിട്ട്, മലയാളം മൂവി എങ്ങനെ ഉണ്ടായിരുന്നു, എന്താ പറയാ? കീർത്തി ഫ്രണ്ട്സ് മലയാളം പറയുമ്പോ in between I'll also talk in Malayalam. I say, what suddenly Malayalam? Because of I'm doing Malayalam, நானே மறுபடியும் சும்மா I'll like do it. But when I'm going away from Kerala, it is changing. ஒரு space, ஒரு 2 months if I'm not here, കുറേ മലയാള friends சுத்தி இல்லைன்னா the Malayalam will fade. When I'm here, or 2-3 months if I'm here, then Malayalam will be. You're from Chennai or Madurai? No, Coimbatore. But Coimbatore. no connection between Malayalam Coimbatore illa. So nearby state and but Coimbatore no ne eppuda Malayalathoda touch irundhukku. I have not even heard or seen Malayalam movies like alkarum illa, friends yarum illa. So after coming to movies only I have heard Malayalam. So anala no touch of Malayalam. അതായിരുന്നു ഏറ്റവും വലിയ ചാലഞ്ച്. ഞാൻ നേരിട്ടു. ഞാൻ വിശ്വസിച്ചത് കോയമ്പത്തൂരുകാരനാണ്. ഓക്കെ മലയാളം. പക്ഷെ എങ്ങനെയുള്ള സീൻസിൽ മലയാളം പറയുന്നുണ്ട് പുള്ളി. അതെന്താ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? Because people say Malayalam is the most difficult language. It is most difficult language and എല്ലാ ആൾക്കാരും ഫാസ്റ്റ് ആയിട്ട് സംസാരിക്കും. അപ്പോ I'll be like fast ആയിട്ട് my mind will process like correct and அந்த வேர்டுக்கு மீனிங்கும் இருக்கணும், சிச்சுவேஷன் இருக்கணும், அதை வச்சுதான் I'm handling Malayalam. But for the shoot I'll read 2 hours 3 hours a day. So not by hearting. அப்போ ആ ഫ്ലോ ആ ടോൺ and meaning தெரிஞ்சதுக்கு அப்புறம் I'll keep talking in Malayalam, the lines and all those. அப்பதான் you can perform. இல்ல எனக்கு dialogueல consciousness போனா I can't perform. So it was like a new experience but task. നല്ലോണം പണിയെടുത്തു. இது அப்போ படிக்கிற காலத்துல ஒழுங்கா படிச்சிருந்தா இந்த வேலை வந்திருக்குமாமா யோசிச்சிருக்கேன். ஒழுங்கா படிச்சிருக்கேன். இப்போ daily 3 hours 4 hours and all I'll sit and Your first Malayalam movie? The first Malayalam movie. First Malayalam movie. Yeah. And on the third day or second day, MC sir gave one single shot will go, and that is the 3-page dialogue, like a speech. That night I was not able to sleep. நாளைக்கு என்ன பண்ண போறோம். From morning we took the shot in the evening, night. From the afternoon I was reading only that. Appo in between shots like montage shots and all I go. In between the montage shots I'll have Manglish paper. மொத்தம் படிச்சு ആ സീന് കഴിയുമ്പോ Prompting ഇരുന്നതാ? prompting is the most toughest. കാണാതെ പഠിച്ചു. Was it all worth it? It is and You dubbed? I dubbed for 8 hours. ഒരു സിംഗിൾ സീൻ മാത്രം ഓക്കെ ഇല്ല. MC sir was asking, ഒരു വേർഡില് 2 ലാ ഉണ്ട്. ഒരു ലാ ഇങ്ങ ടച്ച് ആവും, ഒരു ലാ പാലറ്റ് മേലെ ടച്ച് ആവും. ലൈക്ക് ലാല இந்த ഒരു വാർത്തയിൽ இந்த ലാല. അപ്പോ ഡബ് ചെയ്തിട്ട് ഒരു 8 hours ഡബ് ചെയ്തിട്ട് we saw. They said like, sir please you do with someone else because I can't. And slang തമിഴില് you only dubbed? തമിഴ് I only dub. തമിഴ് വേർഷനുണ്ട്, തമിഴില് കതിരുണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോ ഞാൻ കേട്ടിട്ടുണ്ട് സാർ പറഞ്ഞത് ഇങ്ങനെ നമ്മൾ വികൃതിയുടെ സമയത്ത് സോബി ചേട്ടനും മറ്റേ നമ്മുടെ സുരാജ് ചേട്ടനും ഒക്കെ വേണ്ടിയിട്ട് 2 വർഷത്തോളം കാത്തിരുന്നിട്ടുണ്ട്. ആ കാസ്റ്റിൽ അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടല്ലോ. വൈ ദം? അതായത് ഷൈൻ ചേട്ടൻ, ഖദറിന്റെ ഫസ്റ്റ് മൂവി, നോ എക്സ്പീരിയൻസ് ഇൻ മലയാള സിനിമ, പറഞ്ഞ പോലെ ആദ്യത്തെ മൂവിക്ക് വേണ്ടി ഇങ്ങനെ വിളിച്ചോണ്ടിരുന്നത് ഹക്കിം, ശ്രീകാന്ത് ലുക്കൊക്കെ ഭയങ്കര മാറിയിട്ടുണ്ട്. അപ്പൊ ആ കാസ്റ്റിംഗിന്റെ പിന്നിൽ എന്തായിരുന്നു? 4 വർഷം വെയിറ്റ് ചെയ്തു ഞങ്ങൾക്ക്. അതിനു മുന്നേ ഏറ്റവും അധികം ഞങ്ങള് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഷോർട്ട് ഫിലിം പെട്ടിയോ? അതിനുശേഷം ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ഒറ്റ ഷോർട്ട് ഫിലിം. എന്നിട്ട് എന്താ ആദ്യത്തെ സിനിമയിൽ വിളിക്കാതെന്ന് ചോദിച്ചു. അത് ഞാൻ ചോദിച്ചു. അപ്പൊ എന്താ? പിന്നെ അതുകൊണ്ട് 2ാമത്തെ പടം തന്നെ വിളിച്ചു.
ആഴത്തെ പടത്തിന്റെ കഥ ഞാൻ വാർത്തയിൽ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഒരാൾ പടം ചെയ്യാൻ പോകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല. പക്ഷെ അത് ആരെ പടം ചെയ്യാൻ നോക്കുമ്പോ MC ജോസഫ് എന്നെ വെച്ച് ഷോർട്ട് ഫിലിം ചെയ്തല്ലേ. ഞാൻ വിചാരിച്ചു ഇതിഹാസം പോലെ ഇതിഹാസം ബിനു എന്നെ വെച്ച് ഷോർട്ട് ഫിലിം ചെയ്തു, എന്നെ വെച്ച് പടം ചെയ്തു. അപ്പൊ അങ്ങനെ ചെയ്യുന്നു വിചാരിച്ചത്. പക്ഷെ അല്ല, ഡയറക്ടറാണ് ചൂസ് ചെയ്യേണ്ടത് ഏതാളാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അത് ആ ചൂസിങ് കറക്റ്റ് ആയിരിക്കും. അത് ചൂസിങ് കറക്റ്റ് ചെയ്യാതെ നമ്മളോടുള്ള പേഴ്സണൽ അടുപ്പം വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപകാരപ്പെടില്ല, അവർക്ക് ഉപകാരപ്പെടില്ല. അതുകൊണ്ട് എപ്പോഴും ഞാൻ എന്റെ കൂട്ടുകാർ ഇഷ്ടംപോലെ ഡയറക്ടേഴ്സ് ഉണ്ട്. ഞാൻ അധികം ആരോടൊന്നും ചോദിക്കാറൊന്നുമില്ല. അവര് ഇപ്പൊ അമലാണെങ്കിലും അമല്, റഹ്മാനാണെങ്കിലും സോബിനാണെങ്കിലും ആഷിഖാണെങ്കിലും സമീറാണെങ്കിലും ആരും ഒരു കറക്റ്റ് ക്യാരക്ടർ വരുന്നുണ്ടെങ്കിൽ മാത്രമേ വിളിക്കുള്ളൂ. നമ്മൾ വിളിക്കുമ്പോ ആ പ്രഷറിൽ വിളിച്ചിട്ട് കാര്യമില്ല, അത് നാച്ചുറലി വരണം. അതെ, അതെന്താ അങ്ങനെ വിളിക്കാൻ കാരണം? അതായത് ആദ്യത്തെ സിനിമയിൽ വിളിച്ചില്ല, പക്ഷെ രണ്ടാമത്തെ സിനിമയിൽ ഇപ്പൊ ഷൈൻ പോട്ടെ. അതിപ്പോ ഷൈന തന്നെ പറഞ്ഞിരുന്നു, കഥാപാത്രത്തിനനുസരിച്ചാണ് കാസ്റ്റിംഗ് നടക്കുന്നത്. കഥയിലേക്കാണ് എത്തുന്നത്. ഒന്ന് നമ്മുടെ സ്ക്രിപ്റ്റിൽ അങ്ങനത്തെ ഒരു ഡിമാൻഡിങ് ഉണ്ട്. കഥാപാത്രം ഒരു തമിഴ് പാരന്റിങ് ചെയ്തിട്ടുള്ള മലയാളം ഇവിടെ ജനിച്ചു വളർന്നതാണ്. ഒരു തമിഴ് ബാക്ക്ഗ്രൗണ്ട് എവിടെയോ ജനറ്റിക് ആയിട്ട് കിടക്കുന്നു ട്രേറ്റ്. പിന്നെ വൈ കതിർ എന്നുള്ളതായിരുന്നു. പിന്നെ അപ്പൊ നമ്മള് അതില് നമ്മളുടെ ഒരു മലയാളം സിനിമയ്ക്ക് മലയാളത്തിലുള്ള ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്തുള്ള ആ സറ്റിൽ പെർഫോമൻസ്, നമ്മുടെ ഡിഗ്രി ഓഫ് പെർഫോമൻസ് ചെയ്യുന്ന തമിഴ് ആർട്ടിസ്റ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് ആരായിരിക്കും? കുറച്ചുപേരുണ്ട്. അപ്പൊ ആ കുറച്ചുപേരില് പെട്ടെന്ന് നമ്മുടെ കഥാപാത്രത്തിന് ഏറ്റവും കൂടുതൽ എടുത്തിട്ടുള്ളത് ഖദറാണെന്ന് വളരെ സിമ്പിളാണ്. നമുക്ക് ആ ചോയ്സ് ആണ് ഖദർ. ഖദറിലേക്ക് എത്തിയത് സംസാരിച്ചു. ഖദറിന് സിമിലർലി എക്സൈറ്റ്മെന്റ് ഉണ്ടായി. മലയാള സിനിമ ഖദറിന്റെ മുന്നിലേക്ക് എത്തുന്നു. പിന്നെ കഥാപാത്രം ഖദറിന് ഇഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെയാണ് പിന്നെ ഖദറിലേക്ക് എത്തുന്നത്. പിന്നെ തൊട്ടു പിന്നാലെ ഷൈനും അതുപോലെയാണ്. ഷൈന്റെ കഥാപാത്രം ഇതില് ഒരു അച്ഛൻ മരിക്കാൻ ഒരു ഫ്യൂഡലിന്റെ മകൻ. പക്ഷെ ഇദ്ദേഹം ഭയങ്കര സിവിലൈസ്ഡ് ആണെന്ന് സ്വയം വിശ്വസിക്കുന്നതാണ്. പക്ഷെ ഈ ഫ്യൂഡലിന്റെ മകൻ ഫ്യൂഡൽ മരിക്കാൻ കിടക്കുക. അച്ഛൻ മരിക്കാൻ കിടക്കുമ്പോ അദ്ദേഹത്തിന് നല്ല വളരെ ദൈവങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു അച്ഛന്റെ മകൻ. ഈ അപ്പൻ മരിക്കാൻ കിടക്കുമ്പോ ഇദ്ദേഹത്തിന്റെ സെൻസ് നോക്കിയത് ഈ അപ്പന് വേണ്ടിയിട്ട് മരണാനന്തര ചടങ്ങ് ഗംഭീരമായിട്ട് നടക്കും. കാരണം അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ ചിന്തിക്കുന്ന അപ്പോഴും സ്വതേ നാട്ടുകാരൊന്നും അദ്ദേഹത്തിന്റെ പഴയ മോശം കാര്യങ്ങൾ ഓർക്കണ്ട. അദ്ദേഹത്തിന്റെ ചീത്ത പേരുകൾ ഉണ്ടാക്കരുത്, അത് ഓർക്കരുത്. മരണ സമയത്ത് നോക്കരുതോ എന്ന് ചിന്തിക്കുന്ന ഒരു മകനിലുണ്ട് സാധനങ്ങള്, അങ്ങനത്തെ മകൻ. അപ്പൊ അവിടെ പിന്നെ അയാള് അത്യാവശ്യം ടഫായിട്ടുള്ളൊരു കഥാപാത്രം. പിന്നെ അതിലേക്ക് പെട്ടെന്ന് നമ്മളുടെ മലയാളത്തില് നമുക്ക് പെട്ടെന്ന് അങ്ങനെ എനിക്ക് നേരിട്ട് അറിയാവുന്ന പെർഫോമൻസ് നേരിട്ട് കണ്ടിട്ടുള്ളതുകൊണ്ട് എങ്ങനെയാണ് ഷൈൻ ആ കഥാപാത്രത്തിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഡെഡിക്കേറ്റഡ് ആവണമെന്നൊക്കെ നമുക്ക് ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഞങ്ങളുടെ സെറ്റിൽ തന്നെയൊക്കെ അത് ചർച്ച ചെയ്യും. ഏത് സമയത്ത് വരിക, പെർഫോം ചെയ്യുന്ന, പിന്നെ അതുപോലെ കൂടെ നിൽക്കുക, എല്ലാ ക്രൂവിന്റെ കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്ത് നിൽക്കുക. ഹി വാസ് ആക്ച്വലി നോട്ട് ഓൺലി ആക്ടർ, ആർട്ടിസ്റ്റ് ഇൻ ദിസ് മൂവി. He was working as an assistant director. എല്ലായിടത്തും കോൺട്രിബ്യൂട്ട് ചെയ്യും. എല്ലാം മറന്നു പോകുന്ന കാര്യങ്ങൾ ഓർപ്പിക്കുക ഒക്കെ ചെയ്യും. പഴയ കാലത്തിലേക്ക് ആർട്ടിസ്റ്റ് നോക്കേണ്ട കാര്യമാണ്. അത് ഞങ്ങൾ ചെറുപ്പത്തിലെ കമൽ സാർ പഠിപ്പിച്ചിട്ടുണ്ട്. ആർട്ടിസ്റ്റ് ആണ് നോക്കേണ്ടത്, പക്ഷെ അതിനെ ഓർമ്മപ്പെടുത്തേണ്ടത് അയാൾ ഓർമ്മിച്ചിട്ടില്ലെങ്കിൽ മറന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കേണ്ടത് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആണ്. അപ്പൊ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന് ഈച്ച് ആൻഡ് എവറിതിങ് ഓർമ്മ ഉണ്ടായിരിക്കണം, നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇപ്പൊ അയാൾ ആബ്സെന്റ് ആകുമ്പോൾ വേറൊരാൾക്ക് അയാളുടെ ബുക്ക് എടുത്ത് നോക്കി അറിയണം ആ സീനിൽ എന്താ നടന്നത്, അടുത്ത സീനിൽ എന്താ നടക്കാൻ പോണ. ഈ കണ്ടിന്യൂറ്റിയാണ് സിനിമയുടെ മെയിൻ സാധനം. ആ കണ്ടിന്യൂറ്റി വെച്ചിട്ടാണ് നമ്മളെ ബിലീവബിൾ ആകുന്നത്. അപ്പൊ കണ്ടിന്യൂറ്റി ഇസ് ദ മെയിൻ തിങ്. അത് ആക്ഷൻ കണ്ടിന്യൂറ്റി ആണെങ്കിലും, കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റി ആണെങ്കിലും, ഇമോഷണൽ കണ്ടിന്യൂറ്റി ആണെങ്കിലും, അത് ആക്ടർ തന്നെ നോക്കുകയാണെങ്കിൽ നല്ലത്. ഈ കണ്ടിന്യൂറ്റിക്ക് അനുസരിച്ച് താൻ ചെയ്യുന്നത് ഒറ്റ ചെയ്താണെന്നുള്ളത് തോന്നിപ്പിക്കലാണ്. സീനാണ്. ഈ ഷോട്ടുകളായി കാണുന്നത് എപ്പോഴും ടെക്നീഷ്യന്മാരും സിനിമയിൽ വന്നതിന് ശേഷമാണല്ലോ. പടം കാണുന്ന ആൾക്കാർക്ക് ഷോട്ടുകൾ ഇല്ല. അതില്ലാതെ തോന്നിപ്പിക്കുക എന്നുള്ളതാണ് സിനിമ. അതാണ് സിനിമയുടെ മാജിക്. അപ്പോ അതില്ലാതെ തോന്നിപ്പിക്കണമെങ്കിൽ കണ്ടിന്യൂറ്റീസ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം.
അപ്പൊ നല്ല രീതിയില് കണ്ടിന്യൂറ്റികളെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് താൻ നല്ലൊരു അഭിനേതാവാണെന്ന് ആളുകളുടെ മുന്നിൽ പെർഫോം ചെയ്യുകയാണ് ആക്ടർ അതെ. ആ കണ്ടിന്യൂറ്റികൾ വെച്ചിട്ട്. അതെ. അപ്പൊ കണ്ടിന്യൂറ്റി ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഞാൻ ഉദ്ദേശിച്ചത് ആർട്ടിസ്റ്റിന്റെ കണ്ടിന്യൂറ്റി മാത്രമല്ല മനസ്സിലായി. അതിപ്പോ നമ്മുടെ ഈ ചുറ്റുപാട് നമ്മൾ ഓർത്തു വെക്കും. ആ ഓർമ്മയിൽ നിന്നാണ് ആ ക്യാരക്ടർ ഉണ്ടാവുന്നത്, ആ ചുറ്റുപാടുകളിൽ നിന്ന്. ആ ചുറ്റുപാട് ഇവര് നന്നായി ഒരുക്കി തരും. പിന്നെ അതൊക്കെ നമ്മുടെ ഉള്ളിൽ ഒബ്സർവ് ആയിട്ട് കിടക്കുന്നുണ്ടായിരിക്കും, എന്തൊക്കെയായിരുന്നു നമ്മുടെ ചുറ്റുപാട് ഉണ്ടായിരുന്നത്. അത് ഞാനാണല്ലോ ഉപയോഗിക്കുന്ന ഏരിയ കൂടുതല്. അതെ. ഇപ്പൊ ഈ ഷൈൻഡയുടെ ഇന്റർവ്യൂസിന് വരുമ്പോഴേ ഷൈൻഡയുടെ ഇന്റർവ്യൂസ് വരുമ്പോൾ ഷൈൻഡയുടെ ഭയങ്കര ജിൽജിലാണോ, ഭയങ്കര ഒച്ചപ്പാടുകളൊക്കെ എന്തെങ്കിലും. ഇപ്പൊ ഷൈൻഡയുടെ കൂടെയുള്ള ആളുകളോട് ഞാൻ എപ്പോഴും ചോദിക്കും, ഹൗ ഇസ് വർക്കിംഗ് വിത്ത് ഹിം. എല്ലാവരും, അതായത് 100% ഇതുവരെ സംസാരിച്ചിട്ടുള്ള എല്ലാവരും ഒരേപോലെ പറഞ്ഞിട്ടുള്ള ഈസ് പക്ക പ്രൊഫഷണൽ. ജോലി സ്ഥലത്ത് ഇതൊന്നും അല്ല ആള്. നിങ്ങൾ ഇന്റർവ്യൂവിന് വരുന്ന, ഇൻക്ലൂഡിങ് ഞാനി പറഞ്ഞത്, നിങ്ങൾ ഇന്റർവ്യൂവിന് വരുന്ന ഷൈനെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഐ ഹവ് സീൻ ഹിം വർക്കിംഗ്. ഹി ഈസ് സച്ച് എ വണ്ടർഫുൾ ആക്ടർ. പുള്ളി അത്രയും പ്രൊഫഷണൽ ആണ്. ആസ് എ പേഴ്സണും ഈ ഒരു ചേഞ്ചിന് മുന്നേയും ശേഷവും ഷൈൻഡേറ്റിനെ അറിയാവുന്ന ഒരാളെന്ന രീതിയിൽ ഹൗ ഡസ് ഇറ്റ് ഫീൽ? അതായത് ഇപ്പോഴത്തെ ഷൈൻ ടോം ചാക്കോനെ കാണുമ്പോൾ. വളരെ നല്ല ഒരു ചോദ്യമാണ്. അതായത് ഞാൻ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ കണ്ട ഷൈൻ തന്നെയാണ് സെറ്റിലും ഷൈൻ. ഒരു വ്യത്യാസമില്ല. പുറത്താണ് ഷൈനിന് വ്യത്യാസങ്ങൾ സംഭവിച്ചത്. സെറ്റിലും ഷൈൻ ശരിക്കും ഷൈൻ ഒരു ഡയറക്ടേഴ്സ് വേക്ക്, ഡയറക്ടറുടെ കൂടെയാണ് നിൽക്കുക. ആ വിഷനോട് അനുസരിച്ച് പെരുമാറുന്ന ഒരു 100% ഫൈൻ ആർട്ടിസ്റ്റാണ്. അപ്പൊ അതില് വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ തന്നെ അത് പറഞ്ഞു. നമ്മള് 6-7 വർഷം മുമ്പ് ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു ഷൈൻ, അത് തന്നെയാണ് സെറ്റിൽ അതാണ് ഒരു വ്യത്യാസം. ഷോർട്ട് കഴിഞ്ഞാൽ അവനവന്റെ ഷോർട്ട് കഴിഞ്ഞാൽ അവനവന്റെ പൊസിഷൻ മാറി അടുത്ത കാര്യങ്ങളിലേക്ക് വളരെ അനുസരണയുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അത് അനുസരണ ആണോ അതിന്റെ പേര് എനിക്കറിയാം. അത് പ്രൊഫഷണലിസം. പിന്നെ ഈ കാസ്റ്റിംഗില് അതൊരു ഭയങ്കര ട്രിപ്പാണ്. എനിക്ക് ഇപ്പൊ ഈ കാസ്റ്റിംഗിൽ നടക്കുന്നതാണ് ആകെ സംവിധായകൻ അവിടെ വെച്ച് കിട്ടുന്ന ഒരു കാര്യം. ബാക്കിയെല്ലാം നമ്മൾ ഡിസൈഡ് ചെയ്തു, നമ്മൾ തന്നെ തീരുമാനിച്ചു. അവിടെ ബാക്കിയെല്ലാം നമ്മൾ തന്നെ തീരുമാനിച്ച് അതിനനുസരിച്ച് എല്ലാവരും ക്രിയേറ്റ് ചെയ്തു. പക്ഷെ ഇവര് അവിടെ വെച്ച് തരുന്നതാണ് നമ്മളുടെ ഒരു കയ്യില്. അപ്പൊ അവര് അവിടെ നിന്ന് തരുന്നത് പരമാവധി ആസ്വദിച്ചതാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ആദ്യത്തെ സിനിമയില് സുരാജേട്ടന്റെയും സൗബിന്റെയും കൂടെയൊക്കെ നമുക്ക് വർക്ക് ചെയ്തപ്പോ കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ്, പിന്നെ ആ സിനിമയിൽ സുരാജേട്ടൻ സ്റ്റേറ്റ് അവാർഡ് കിട്ടുക, അതൊരു ഭാഗ്യമാണ്. അപ്പൊ അങ്ങനെ ആ ഒരു പെർഫോമൻസ് ഓറിയന്റേഷൻ സിനിമയിൽ ആദ്യ സിനിമയിൽ തന്നെ ഓർഗാനിക് ആയിട്ട് സംഭവിച്ചതുകൊണ്ടും അടുത്ത സിനിമ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഞാൻ ശ്രമിക്കുന്നത് എന്റെ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ട് സിനിമ തന്നെ ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധം. അപ്പോ അത് പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമയായിട്ട് തന്നെയാണ് നമ്മൾ ഇതിനെ സ്ക്രീൻ പ്ലേ ചെയ്യുമ്പോഴേ അത് അങ്ങനെ ഒരു ഓറിയന്റേഷൻ തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ കാസ്റ്റിംഗ് ഇത്രയും പ്രാധാന്യം. ആ ഒരു റൈറ്റ് കാസ്റ്റ് തന്നെ ആയിരിക്കണം എന്ന് വളരെ നിർബന്ധം. അപ്പൊ അത് ലക്കിലി ഈ ഫൈൻ ആർട്ടിസ്റ്റ് ആണ് എന്റെ കൂടെ ഈ സിനിമയിലുള്ളത്. അവരുടെ പെർഫോമൻസ് ആണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യും. ഇപ്പൊ he thought you are from Coimbatore, so മലയാളം അറിയാതിരിക്കുന്നു. നമുക്ക് ഫസ്റ്റ് എന്ന് പറയുന്നത് അത് എന്തിലാണെങ്കിലും ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് അല്ലേ, നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ്. അപ്പൊ my Nisha as the first Malayalam movie. I've heard or some films in Malayalam have come to me, like small portions of things. When we are talking, but Tamil പടത്തില ഒരു വില്ലൻ ഇല്ല ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഒരു മലയാളി will be there. ഒരു മലയാള പടത്തില് തമിഴ് ആൾക്കാർ will do and come one part. எனக்கு மீஷால first thing I thought is like this might work theatrical, this we don't know how it is going to come, what every thought is. അതെല്ലാத்தைയും താണ്ടി I had the space to perform. ഒരു portion in the colony or one more portion in the forest, and the space was there, and like that was one main exciting point for me. ഒരു പാർട്ടിൽ നല്ലാണ്ട് you are in the cinema, and the I had the space to perform different shades, where shades of performance was there, because எவ்வளோ ஃப்ரீக்வெண்டா மலையாள படம் நான் பண்ண போறேனோ இல்ல வரும்னு எனக்கு தெரியல. பட் ஆனா when I had the opportunity I should do something good. அதுதான் ஃபர்ஸ்ட். And the excitement was there till I read the Malayalam version, Manglish script படிச்சு I called MC sir. It's like
என்ன விட்டுருங்க, என்ன மன்னிச்சு விட்டுருங்க, அந்த எக்ஸைட்மெண்ட் உள்ள இருக்கு, பட் ஐ வில் ஸ்பாயில் யுவர் விஷன், எல்லாம் போகும், வேணாம் பாத்துக்கோங்க. It's like he was the one who actually gave, You do it. yeah, we gave the confidence. It's okay, we'll do it, I'm sure you will do it. And I was like, okay, he has that much of guts to cast me and do, so I'll try. அப்படிதான் இருந்தது. Then after 3 days or 4 days, I got the confidence, okay, I will do it. எப்படியோ ஒண்ணு I will come and do it. இப்போ film முடிஞ்சு, after seeing, I have like You okay with the double sound? I am okay with it. எப்போ நான் film பார்த்தப்போ first 2 minutes or something, it is not my voice, so I know. It's very difficult to watch with other sounds. Others, but this was matching. This was actually matching. But see, you know what? Someone from our team has watched the movie, Okay. and he told sound കഥന്റെ അല്ലാതെ മനസ്സിലാവില്ല. So well, yeah. So that is. Specifically, he told me that. I tried dubbing also. ஆனா என்னால முடியல. முடியல. நான் எல்லாமே ட்ரை பண்ணிட்டேன். அந்த அந்த ஒரு இன்ட்ரெஸ்டும் ஒரு எக்ஸைட்மெண்ட்ல எப்படி நான் மலையாள படம் பண்றேன் அப்படின்னு வரப்போ லிப்சிங்க் எல்லாம் பர்ஃபெக்ட்டா இருந்தோடனே நான் தான் டப் பண்ணுவேன் அப்படின்னு வந்தேன். தென் ஐ ட்ரைட் ஃபார் 8 hours, then it's like sorry, 8 hour continuous standing. dubbing is a very boring thing. And I'll do dubbing for Pariyan Perumal. I did for 27 days. 27 days off. Yeah. 27 days we make a movie here. எனக்கு டப்பிங் டைம் கொஞ்சம் ஸ்பேஸ், Not sing sound pero sing sound, சுழல்ல sing sound was there, Pariyan Perumal sing sound இல்ல dubbing. I dub on 5 hours a day, அதுக்கு மேல 4 hours 5 hours a day, and I'll go so many one more for I have gone 20-22 one more and all. there also. அது Nowadays some directors don't like sometimes director will be okay, they'll be like ஒண்ணே ஒண்ணு ட்ரை பண்றேன், ஒண்ணே ஒண்ணு, அது something will be there in the mind to try. அது பெர்ஃபெக்ட்டா டைரக்டருக்கும் வரணும், இது ஒரு சின்ன வேரியேஷன் இந்த சவுண்ட் ஆல்சோ ஷுட் பி தேர்னு ஒரு ட்ரை. ஏன்னா அதுதான் அந்த பெர்ஃபார்மன்ஸ் என்ஹான்ஸ் பண்ணி கொண்டு போய் சேர்க்கிற இடம். അത് കറക്റ്റ് അത്, ബിക്കോസ് അത് ചിലപ്പോ ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് കേൾക്കുമ്പോഴായിരിക്കും േക്കാളും നല്ലത് ഈ അത് ചൂസിങ് ബിറ്റ്വീൻ ദ ഇസ് വൺ Main task. എന്നിട്ട് കഴിഞ്ഞിട്ട് ഫുൾ മൂവി ഷൂട്ട് ഒക്കെ കഴിഞ്ഞ് അതിന്റെ ഔട്ട് കണ്ടോ? I was and my only thing is like sound is the only thing I had it in the mind, but my sound അറ്റൻഷൻ ഇപ്പൊ പോയില്ലേ? போயில. இப்போ ஐ எம் கான்ஃபிடென்ட் இன் திஸ் திங், பட் இன்னும் கொஞ்ச நாளுக்கு அப்புறம் மலையாளத்துல டப் பண்ணணும்னு ட்ரை பண்ணோம். உங்களால முடியும்? the la 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 in Tamil no la லா இஸ் தேர். ஒரு வார்த்தையில ஒரு லா தான் இருக்கும், ஒரு லா இங்க இருக்காது, ஒரு லா உள்ள இருக்காது, ஒரு லா இங்க മലയാളത്തിൽ തന്നെ ഉണ്ടത്. മലയാളം ലം அது இது இப்போ அது ஒரு லா மட்டும் தான் தமிழ்ல. சோ இங்கிலீஷ் ஆல்சோ ஒன் லா LL. you guys are complicated. simplest creatures in the world. Hello, I am not talking about human. In Malayalam, English. മലയാളം ഇംഗ്ലീഷിൽ എഴുതുമ്പോ രണ്ടും ലാ തന്നെയല്ലേ, എൽ തന്നെ. പക്ഷെ മലയാളത്തിൽ എഴുതുമ്പോ ലായും ലായും ആവും. എന്തേലും ഒരു ചേഞ്ച് വേണ്ടേ? എங்களுக்கு കൊറേ പാട് ആ ചേഞ്ച്. ഫസ്റ്റ് മലയാളം സിനിമ ഓവർ. How confident are you അടുത്ത മലയാളം സ്ക്രിപ്റ്റ് വായിക്കാൻ? വായിക്കാനാ? I am 100%. I can perform. ഡബ് ആണ് കുറച്ച് ബുദ്ധിമുട്ട്. ഇപ്പൊ വിക്രം വേദ I watched it in theaters. ഇത് തിയേറ്ററിൽ കാണുമ്പോൾ വലിയ സ്ക്രീനില് ഞാൻ നോക്കുമ്പോ നമ്മുടെ സർ വിജയ് സേതുപതി സാറിന്റെ പുറകിൽ I was watching you. ഞാനപ്പോ നോക്കുമ്പോ ഞാൻ ആദ്യം നോക്കുന്നത് I was watching your eyes. അപ്പൊ ഞാൻ telling my husband എന്തൊരു ബ്യൂട്ടിഫുൾ ഐസ് ആണ് അല്ലേ, എന്ത് ഭംഗിയാ കാണാൻ. ശരിക്കും യൂഷ്വലി പെൺകുട്ടികളുടെ കണ്ണാണെങ്കിൽ ഈ ഷേപ്പിലൊക്കെ ഇരിക്കും, പക്ഷെ നല്ല ഐലാഷസ്, നല്ല ഭംഗിയുള്ള ഐസ്. ഈ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരുടെ അടുത്ത് വേറെ ആളുകളുടെ കണ്ണിന് ഭംഗിയെ കുറിച്ച് പറയാല്ലേ, പക്ഷെ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ
പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നോക്കാൻ പറയണ്ടാവില്ല. അതല്ല ഞാനത് ഇപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ല. ഒരു ഭർത്താക്കന്മാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈനേട്ടാ, അവളുടെ സ്വഭാവം ശരിയല്ല. അപ്പൊ കണ്ണ് അതും ഭർത്താവിന്റെ അടുത്ത് ഭർത്താവിനും എനിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു ആസാദിച്ച ബന്ധമാണ്. എങ്ങനെയാണെങ്കിലും നടക്കില്ല. പിന്നെ അത് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ നല്ലോണം ഞാനും വായി നോക്കും, അവനും വായി നോക്കും. അല്ല ഹസ്ബൻഡ് അങ്ങനെ പറയാറുണ്ട് ആ പെൺകുട്ടിയുടെ കണ്ണ് നല്ലതാണെന്ന്. പിന്നെ ഏത് പെൺകുട്ടിയെ കുറിച്ച്? അതിപ്പോ പെൺകുട്ടിനെ ഏതോ ഒരു പെൺകുട്ടി എവിടെയെങ്കിലും കാണുന്ന പെൺകുട്ടികള്. പ്രതിമായിട്ട് കുട്ടിയുടെ പേര് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ നടന്നിട്ടേ ഉണ്ടാവില്ല. ഉണ്ട്, അതൊക്കെ ഉണ്ട്. അത് പക്ഷെ ഇറ്റ് ഹാപ്പൻസ്. അത് ഞാൻ പറയാം പെൺകുട്ടിയോട് അത്ര ധൈര്യം ഭർത്താക്കന്മാർക്ക് ഇല്ലെന്ന് പറയാ. ഭാര്യമാരത് ചിലപ്പോ ഭർത്താക്കന്മാരുടെ ഉള്ളിൽ എന്തെങ്കിലും വെച്ചിട്ട് തിരിഞ്ഞ കാരണമായിരിക്കും. അതേ പരിഭവത്തിൽ ഗൈസ് ആൻഡ് മെൻ ആർ ബാഡ് ഇൻ ജനറൽ ലേബൽ ഉണ്ട്. അവരങ്ങനെ പറയുമ്പോ അത് മോശമായിട്ടാണോ ഞങ്ങൾ തിങ്ക് ചെയ്യണേന്ന് ഭാര്യമാർക്ക് തോന്നാ. ചെറിയൊരു അതൊരു പൊസസീവ്നെസ്. അപ്പൊ ഇത് കേൾക്കുന്ന ഭർത്താക്കന്മാർക്ക് മൈൻഡ് ചെയ്തില്ല. ഞാൻ തന്നെ മൈൻഡ് ചെയ്തു. ഭയങ്കര രസമുള്ള കണ്ണല്ലേ, നല്ല ആക്ച്വലി ആണുങ്ങളെ കണ്ണു നോക്കിയിട്ട് പറയാറേ ഇല്ല, അങ്ങനെ നോക്കാറേ ഇല്ല. അപ്പൊ ആണുങ്ങൾ പിന്നെ എന്താ അതാണ് പറഞ്ഞത്. പക്ഷെ പെൺകുട്ടികളെ നോക്കും. നോക്കും. അയ്യോ നല്ല ഭംഗിയുള്ള പെൺകുട്ടി. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ഒരുപാട് പെൺകുട്ടികളോട് ചോദിക്കും ബൈ. കാരണം ഇവര് ആൺകുട്ടികളെക്കാളും കൂടുതൽ നോക്കുന്നത് പെൺകുട്ടികളുടെ കണ്ണ്, അവരുടെ മൂക്ക്, കോസ്റ്റ്യൂം എല്ലാം. പക്ഷെ ഈ പടത്തിൽ അങ്ങനെ പെൺകുട്ടികളെ ഇല്ല. ഞാൻ ലൊക്കേഷൻ പറയാ ഇവിടെ ഒരു വർക്ക് ചെയ്യണ ഒരു സൈഡ് എലിഫന്റ്, സൈഡ് പോത്ത് സെറ്റില്. ഒരാടോ ഒരു പശുവോ ഒരു കുയിലോ അല്ലെങ്കിൽ അത് അവരുടെ പോഷനിലല്ലേ, അതും തുണിയാക്കി രണ്ട് ദിവസം ഷൂട്ട്, 2 ദിവസം. അതാരായിരുന്നു പെൺകുട്ടി ആൺകുട്ടികള്? വേറെ ഞങ്ങളോ അതൊന്നും ഒരു ആണ്ടായിരുന്നു. ശ്രീകാന്തേട്ടന്റെ വൈഫ് ഭാര്യ. അപ്പൊ അതാരാ ശ്രീകാന്ത് വൈഫ്? അങ്ങനെയല്ല. ഒരു ആൺകുട്ടികളെ സംബന്ധിച്ച് എപ്പോഴും ഞാൻ മിക്സ്ഡ് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. 7ാം ക്ലാസ് വരെ. 8ാം ക്ലാസ്സിൽ ഇവിടെ തൃശ്ശൂർ സെന്റ് ജോസഫിൽ കൊണ്ട് ചേർത്തപ്പോ ഞാൻ ഭയങ്കര ഗ്ലൂമി ആയി, സ്കൂളിൽ പോകാൻ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ എന്നെ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി. സൈക്കോളജിസ്റ്റ് ചോദിച്ചു 7ാം ക്ലാസ് വരെ എവിടെ പഠിച്ചിരുന്നു? പൊന്നാനിയില്. അവിടെ ബോയ്സ് സ്കൂൾ, അതല്ല മിക്സ്ഡ്. അപ്പൊ വീട്ടുകാരോട് വിളിച്ചു പറഞ്ഞു കൊച്ചിന് പ്രശ്നമൊന്നും ഇല്ല കേട്ടോ, മിക്സറിൽ നിന്ന് ബോയ്സിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ഒരു ഗ്ലൂമിനെസ് ആണ്. ഞാൻ പിന്നെ ഒരു വർഷം കൂടി അവിടെ പഠിക്കേണ്ടി വന്നു. എന്നിട്ടാണ് ഗ്ലൂമിനെസ് മാറാതെ അവരെന്നെ മിക്സഡ് സ്കൂളിലേക്ക് കൊണ്ടുപോകും. അപ്പൊ മാറി. കാരണം നമുക്ക് ക്ലാസ്സിൽ ഉത്തരം പറയാൻ ഇൻട്രസ്റ്റ് ഇല്ല, ക്ലാസ്സിൽ പോവാൻ ഇൻട്രസ്റ്റ് ഇല്ല. ഒരു മോട്ടിവേഷൻ. അപ്പൊ പിന്നെ വീണ്ടും 9ല് ഒന്നും കൂടി പഠിച്ചു ഞാൻ. 9ല് ചെന്നപ്പോ ഫുൾ ഫോർമുലാസ് ഒക്കെ വീണ്ടും മലയാളത്തിലെ കൊണ്ട് ചേർത്തി. വേറൊരു സ്കൂളിൽ കൊണ്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ കൊണ്ട് ചേർക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ മിക്സഡ് ആയതുകൊണ്ട് എന്റെ അനിയത്തിയുടെ കുട്ടികളുടെ കഥയുണ്ട്. ഒരു ദുബായിന്ന് ഒരു സ്കൂളിൽ നിന്ന് വേറെ സ്കൂളിലേക്ക് കൊണ്ട് ചേർത്താൻ പോയിരിക്കുകയാണ്. അപ്പൊ 3 ആൺപിള്ളേര് അവര്. ഏറ്റവും താഴെയുള്ളത് ഇപ്പൊ 6ാം ക്ലാസ്സിൽ, അതിന് മുന്നത്തെ 8ല്, പിന്നെ 11ല്. അവര് 2 വർഷം മുന്നേ അവരിങ്ങനെ ഫ്രണ്ട് ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ മൂത്താളെ ഇന്റർവ്യൂവിനകത്ത് കയറ്റി. അപ്പൊ ഏറ്റവും താഴെയുള്ള ആള് അവിടെ ഫ്രണ്ടിൽ നിന്ന് സ്കൂൾ ബുക്ക് എടുത്തു, ഇയർലി ബുക്കില്ലേ, എന്നിട്ട് ഇങ്ങനെ തുറന്നു നോക്കി. പെട്ടെന്ന് അടച്ചു വെച്ചിട്ട് നടുവിലുള്ള പയ്യനോട് എടാ ഇത് ബോയ്സ് ഓൺലിയാ, ഇവിടെ പെൺകുട്ടികളില്ല. അതെന്താ എങ്ങനെ ഉറപ്പിച്ച്? കണ്ട ഫോട്ടോയിലൊന്നും മറ്റേ പെൺകുട്ടികളില്ല. ക്ലാസ് ഫോട്ടോ ഇല്ലേ, അത് തുറന്നു നോക്കിയപ്പോൾ അവന് മനസ്സിലായി മറ്റേ വെക്കേഷൻ സമയത്താണ് പോണത്. ബോയ്സ്
ഇയർലി ബുക്ക് തുറന്നതും എല്ലാ ആൺപിള്ളേര് മാത്രം. അവന്റെ മക്കള് തനിക്ക് അമ്മ അല്ല, അതൊരു ലോ ആണല്ലോ, ലോ ഓഫ് അട്രാക്ഷൻ ആണല്ലോ. അല്ലെങ്കിൽ മിക്സ്ഡ് സ്കൂളിൽ പഠിക്കുന്നതാണ് അല്ലേ? അതാണല്ലോ. അപ്പോഴാണ് ഇവര് എന്താണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഈ ബോയ്സ് സ്കൂളിൽ പഠിക്കുന്ന ആണുങ്ങൾക്കും ഗേൾസ് സ്കൂളിൽ മാത്രം ഉള്ള പെൺകുട്ടികൾക്കും പിന്നീട് വരുമ്പോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഇവർ രണ്ടുപേരല്ലേ. അപ്പൊ ഇതെന്തോ വേറൊരു ക്രീച്ചർ പോലെയാണ് കാണുന്നത്. വീട്ടില് അനിയത്തിമാര് അല്ലെങ്കിൽ ചേച്ചിമാരില്ലാതെ അല്ലെങ്കിൽ ചേട്ടനും അനിയന്മാരും ഇല്ലാത്ത ഫാമിലിയിൽ നിന്ന് വരുന്നവർക്കും ഉണ്ട് ഈ ബുദ്ധിമുട്ട്. ഗ്രോയിങ് അപ്പ് ഈ ഓപ്പോസിറ്റ് ഈശ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ആ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പക്ഷെ ഈശകൾ മാത്രമേ ഉള്ളൂ, വേറെ പെൺ സാന്നിധ്യങ്ങളൊന്നും ഇല്ലേ? ഉണ്ട്. പക്ഷെ മാനൊക്കെ വരും, മാനൊക്കെ വേണ്ട. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പെൺകുട്ടികൾ തീരെ വരാത്ത സിറ്റുവേഷനിലേക്ക് അതാണ്. ഒന്നാമത് ഈ ഗ്യാസ് കുറ്റി ഇറക്കി വെക്കുന്ന സ്ഥലത്ത് പെൺകുട്ടികൾ വരേണ്ട ഒരു കാര്യമില്ലല്ലോ. ഫീസ് കെട്ടാൻ പോസ്റ്റിന്റെ മുകളില് പെൺകുട്ടികൾ വരില്ലല്ലോ. അങ്ങനെ ആൺകുട്ടികൾ മാത്രം എടുക്കുന്ന കുറെ പ്രൊഫഷണലുകളുണ്ട്. അങ്ങനത്തെ പ്രൊഫഷനിന്റെ ഏരിയസ് ആണ് കാണിക്കുന്നത്. പറഞ്ഞേക്കുന്നതിന് ഓപ്പോസിറ്റ് ഉണ്ട്. പെൺകുട്ടികൾക്ക് സാന്നിധ്യം വേണ്ടേ, അതിനും കുറച്ച് മീശക്കാരും വേണ്ടേ. ഈ സിനിമ പെൺകുട്ടികൾ കൂടുതൽ അട്രാക്റ്റഡ് ആവണ്ടേ? ആണോ? അങ്ങനെയാണ്. ഇത് പെൺകുട്ടികൾ കാണുന്ന സിനിമ. കാരണം ഇത് നമ്മൾ സംസാരിക്കുന്നത് ആണ് സൗഹൃദത്തെ കുറിച്ച്. അപ്പൊ ആണുങ്ങള് എങ്ങനെയാണ് ഈ സൗഹൃദത്തിൽ നമ്മള് മീശയുടെ ഫ്രണ്ടിൽ ഒട്ടിച്ചു വെച്ചിട്ട് നമ്മളൊക്കെ ഭയങ്കര വീരന്മാരാണ്, ഞങ്ങൾ ഇമോഷണലി ഭയങ്കര കമ്പോസ്ഡ് ആണ്, ഞങ്ങള് ഡിപ്പെൻഡൻസി ഇല്ലാത്തവരാണ്, ഭയങ്കര ബാലൻസ്ഡ് ആണ് എന്നൊക്കെ പറയുന്ന ഈ മീശ ഫ്രണ്ടിൽ വെച്ചിട്ട് പിന്നിൽ ഇരിക്കുന്ന ആണുങ്ങളുണ്ട്. ഈ ആണുങ്ങളുടെ സൗഹൃദത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കണം. പക്ഷെ ഈ ആണുങ്ങളുടെ സൗഹൃദം എന്ന് പറയുന്നത് ചുമ്മാ ടുഗദർനെസ് മാത്രമല്ല, കുറച്ചുകൂടി ഡീപ്പായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് അവിടെ ഉണ്ടാവുന്ന ചില ബാധ്യതകൾ വരുമല്ലോ. അവിടെ സങ്കടമുണ്ട്, ദുഃഖമുണ്ട്, ഈ പറഞ്ഞ ഫൈറ്റ് ഉണ്ട്, തമ്മില് പിണക്കങ്ങളുണ്ട്, പിന്നെ ഒബ്സസീവ് ആവാൻ സാധ്യത, സ്നേഹം കൂടുതലുള്ള ഒബ്സഷൻസ് ഉണ്ട്. ഇതൊക്കെ കിടന്നു വരുമ്പോ ഇവൻ ഈ പറഞ്ഞ മീശ മാത്രം ഉൾപ്പെടുന്നുണ്ട്. അവന്റെ ഇമോഷണൽ വൾണറബിലിറ്റീസ് എല്ലാം അവിടെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇത് പലപ്പോഴും നമ്മൾ ആണുങ്ങളെ കുറിച്ച് അധികം ചർച്ച ചെയ്യാത്തൊരു കാര്യമായിട്ട് നമുക്ക് നമ്മുടെ ഭൂമിയിൽ തോന്നിയിരുന്നു. അതാണ് നമ്മൾ ഈ മീശ മുന്നോട്ട് വെക്കുന്ന ഒരു ഇത് ഈ മെജോറിറ്റി ആണുങ്ങളുടെ സിനിമയൊക്കെ ആയതുകൊണ്ടാണോ മീശ ഉപയോഗിക്കുന്നത്? ആൺസൗഹൃദം നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് സ്ത്രീകൾ നിശ്ചയമായി நீங்க எல்லாம் இது என்னது கேர்ள் ஃப்ரெண்ட்ஸையும் பாய் ஃப்ரெண்ட்ஸையும் கூட்டிட்டு வரணும், இல்லைன்னா ബോയ്ഫ്രണ്ട്സിനെയും കൂട്ടി கூட்டிட்டு வரலாம். എനിക്ക് ബോയ്ഫ്രണ്ട് ഇല്ലേ, ഹസ്ബൻഡ് ആണ്. ഞങ്ങൾ കൂട്ടിട്ട് ഹസ്ബൻഡ് ഓർ ബോയ് ഫ്രണ്ട് വീട്ടിലൊക്കെ എല്ലാരും തലയിലെ തന്നെ കൂട്ടിട്ട് വരണം. കേരളത്തിലെ പെൺകുട്ടികളല്ലേ കൂടുതല്, സ്ത്രീകളല്ലേ കൂടുതല്. അതുകൊണ്ട് സ്ത്രീകൾ പടം കാണാൻ വന്ന പടം ഹിറ്റാവും പറയാ. കുടുംബങ്ങൾ ഇറങ്ങിയ ഷൈൻചേട്ടൻ പറഞ്ഞു വരൂട്ടോ. ഞാൻ പറഞ്ഞ വരും, ഞാൻ പറയില്ല. പടം ഇഷ്ടപ്പെട്ട് നല്ല അഭിപ്രായം കിട്ടുകയാണെങ്കിൽ പടം വന്ന ആളുകൾ കാണുന്നുള്ള ഒരു ഉറപ്പുണ്ട് ഇപ്പോഴും. അത് ആരുടെ പടമാണെങ്കിലും എവിടത്തെ പടമാണെങ്കിലും, അത് തമിഴാണെങ്കിലും തെലുങ്കാണ് മലയാളം ആണെങ്കിലും എന്താണെങ്കിലും പടത്തിന് നല്ല അഭിപ്രായം വരുമ്പോ ആളുകൾ വന്നോളൂ. പ്രത്യേകിച്ച് ഇപ്പൊ കതിറിനോട് ചോദിച്ച പോലെ കതിർ ലാംഗ്വേജ് അറിയാതെ നമ്മുടെ മലയാളത്തിൽ വന്ന് പഠിച്ച് അത് ചെയ്തു. അതുപോലെ ഈ തെലുങ്ക് ഒട്ടും അറിയാണ്ട് എങ്ങനെ അതാണ് എനിക്കത് അറിയാം, നന്നായിട്ട് ആ ബുദ്ധിമുട്ട് അറിയാം. ഞാൻ ഉച്ചക്ക് ചോദിച്ചിട്ടുണ്ട്, ഞാൻ കോഴിക്കോട്ടെ എന്നാ ശരിയാവുന്നില്ല. ബാലയുടെ പടത്തില് ഫസ്റ്റ് സീനില് ബാലയായിട്ടുള്ള ആ കോമ്പിനേഷൻ സീനാണ് എടുക്കുക. ബാലയനെ വീട്ടിൽ നിന്ന് നോക്കി കൊണ്ടുവരാൻ. അപ്പൊ ഉച്ചയായപ്പോ എനിക്ക് യാതൊരു സാറ്റിസ്ഫാക്ഷനും ഇല്ല. ഇവര് ഓക്കെ എന്ന് പറയുന്ന പോലത്തെ ഓക്കേസ് ആണ് വെക്കണത്. പിന്നെ മോണിറ്ററിന്റെ അവിടെ കുറെ ഡിസ്കഷനും. അപ്പൊ ഞാൻ ഉച്ചക്ക് പോയി പറഞ്ഞു ഞാൻ പോവാണ്, പറഞ്ഞിട്ട് ശരിയാവില്ല. ആരാണ് സാർ, എല്ലാം ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്, അല്ല ഇത് ഡയലോഗ് നോക്കണ്ട, എക്സ്പ്രഷൻസ് ഒക്കെ കറക്റ്റ് ആണ്, അങ്ങനെ തന്നെ വന്നാ മതി. അപ്പൊ സാർ അത് ഓക്കെ സാർ, ഓക്കെ സാർ, അങ്ങനെ തന്നെ വന്നാ മതി, ആക്ഷൻസ് ഒക്കെ കറക്റ്റ് ആണ്, ഡബ് ചെയ്ത് നോക്കി എങ്ങനെ വേണമെങ്കിലും മാറ്റാം. ഡബ് ചെയ്തിട്ടില്ല ഞാൻ തെലുങ്ക് പടം ഇതുവരെ. ഫസ്റ്റ് പടം മാത്രമേ ഡബ് ചെയ്യാൻ വിളിച്ചു നോക്കിയത്. കുറച്ചു നേരം ഒരു 5 മിനിറ്റ് ഡബ് ചെയ്തപ്പോഴത്തേക്കും പറഞ്ഞു വേണ്ട. പക്ഷെ തമിഴ് പടം ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്.
കാർത്തിക് സുബ്രാജിന്റെ. ആ അത് എന്റെ വോയിസ് തന്നെയാണ്. അപ്പൊ തമിഴ് ഇപ്പൊ പഠിച്ചോ നല്ലോണം? ഏയ് അതൊക്കെ അവര് ആ ഡയറക്ടർ അങ്ങനെ തന്നെ ചെയ്യിപ്പിക്കുള്ളൂ. Tamil is little more easier than ഫോർ മലയാളീസ്. for Malayalis. for Malayali. എല്ലാവരും തമിഴ് പടം കണ്ട് തമിഴ് സോങ്സ് എല്ലാ തമിഴ് പാട്ടുകളാണ് ഞാൻ കൂടുതൽ. എത്ര ലെറ്റേഴ്സ് നമ്പർ ഓഫ് ലെറ്റേഴ്സ് ആ ഇതുപോലെ ഇപ്പഴി ക്വസ്റ്റ്യൻ കേട്ടോ മറന്നുപോയി. മലയാളത്തിൽ എന്തായാലും 53 56 അതിലും കുറവായിരിക്കും. ഇംഗ്ലീഷിൽ 24 ഉണ്ടായിരുന്നു. 26 ഞാൻ രണ്ടക്ഷരം കുറച്ച് എമ്മൻ എല്ലാം എടുത്ത് കളഞ്ഞു. അതെന്താ? വേണ്ട ഏതാച്ചൊരു വിക്രം വേദ മെമ്മറീസ് എന്തെങ്കിലും ആ സമയത്തുള്ള. കാരണം ഒരു സൈഡിൽ വിജയ് സേതുപതി, ഒരു സൈഡിൽ മാധവൻ. ഇറ്റ്സ് ഒരു ഡ്രീം കം ട്രൂ പോലത്തെ സാധനമല്ലോ. ഡ്രീം അതിൽ പെൺകുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ലേ? അപ്പൊ അവരെ കുറിച്ചുള്ള ഡ്രീം അതിൽ പെൺകുട്ടികൾ കുറവാണല്ലേ? I had one by Varalakshmi. ഓക്കെ ഓക്കെ. ഇപ്പൊ സഡൻ മെമ്മറി അപ്പോ அந்த കൈ ഷോട്ട് എല്ലാം ഉണ്ടല്ലേ ഷൂട്ടിങ്. അപ്പോ I was shooting for Bayern Perumal. അത് ലൈക് ഡൂപ്പ് വന്നത്. എന്നോட മെമ്മറി റിലീസ് ഡേറ്റ് അപ്പോ we are all sitting in office night 12 o'clock. അപ്പോ ഓവർസീസ് ദുബായിലെ ഫസ്റ്റ് ഷോ അത് ഹിറ്റ്. അതോட ரிசல்ட்டுக்காக we are waiting and ஒரு 2:30 3 o'clock the first show is over. Early morning. So இங்க வந்து it is 3 o'clock. So Dubai it is the first show is over. First early morning show is over. அப்போதான் first result came. That is one high எல்லாரும் because like everyone was expecting what it will happen because ஒரு different genre, different type of storytelling. And அப்போ first Vijay Seduna before committing the film what he said is like இந்த படம் பெரிய ஹிட்னா it will be big for you. If it is not, there is no use, there is no loss. So I was waiting for the dialogue. Will it be a hit? Will it be a hit? எனக்கு இதுல ஏதாச்சும் இருக்குமா அப்படின்னு I was sitting. So that moment is memorable. ഷൈൻചേട്ടൻ എന്ന ആക്ടറിനെ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. യു ആർ എൻ ഇൻക്രെഡിബിൾ ആക്ടർ. അത് നമ്മള് നിങ്ങൾ സിനിമയിലുള്ള കാലം തൊട്ട് നിങ്ങളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന മലയാളികളാണ്. പക്ഷെ അടുത്തടുത്തായിട്ട് നമ്മളെല്ലാവരും ഈ ക്ലാരിറ്റിയുടെ പ്രശ്നം തിരിച്ച് ഷൈൻചേട്ടൻ വരുമ്പോഴും നമ്മൾ പറഞ്ഞത് ശബ്ദത്തിനൊക്കെ ക്ലാരിറ്റി, സംസാരത്തിന് ക്ലാരിറ്റി വന്നിട്ടുണ്ടാണ്. ആസ് എൻ ആക്ടർ എനിക്കൊരു ചേഞ്ച് വേണം അല്ലെങ്കിൽ എനിക്ക് ഈ ക്ലാരിറ്റി പ്രശ്നം ഉണ്ടെന്ന് ഷൈൻചേട്ടൻ റിയലൈസ് ചെയ്തത് എപ്പോഴാണ്? ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം വന്നതിന് ശേഷം ഞാൻ ഇപ്പൊ റിയാവിൽ പോകുന്നതിന് മുന്നേ അത് ഞാൻ ചോദിക്കും. ഡബ് ചെയ്യുമ്പോ ഓരോ വാക്കും ഡബ് ചെയ്യുമ്പോൾ അതൊരു സെൻസർ ഇഷ്യൂ ഉണ്ടായിട്ട് റീഡ് ചില വാക്കുകള് മാറ്റേണ്ടതുണ്ട്. എന്നാലും നമ്മൾ ഡബ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കൂടുതൽ അഭിനയിക്കുന്നതിനേക്കാൾ കൂടുതൽ സംശയങ്ങൾ ഡബ് ചെയ്യുന്ന സമയത്താണ്. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ അങ്ങനെ ചോദിച്ചിട്ടാണ് നമ്മൾ ഓരോ ഡബ് ചെയ്തിരുന്നത്. ക്ലിയർ അല്ലേ ശബ്ദം? എനിക്ക് തോന്നുന്നു ഇത് കഴിയുമ്പോഴത്തേക്ക് മീശ കണ്ടിട്ട് കുറെ ഇത്തിരി ക്ലാരിറ്റി കൂടി പോയോ അത്രയ്ക്ക് കാര്യം വേണ്ടിയിരുന്നില്ല. എനിക്ക് ഷൈനെ പലപ്പോഴും തോന്നിയില്ല നമ്മുടെ സുകുമാരൻ സാറിന്റെ ഒരു ഡയലോഗ് ഡെലിവറിയുടെ ഒരു പ്രത്യേകത നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഭയങ്കര മീറ്ററാണ്, ഭയങ്കര ശക്തമായിട്ട് ഡയലോഗ്. ആ ഡയലോഗ് ഡെലിവറി അവിടെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ശക്തമായ ഒരു പറഞ്ഞ ഒരു ഫീൽ ചെയ്തു, പവർ ഉണ്ടായിരുന്നു. അതെപ്പോഴും ഷൈൻ ഞങ്ങള് ഡബിങ് സമയത്തൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. അതാണ് പിന്നെ എംസിയുടെ സീൻസിലൊക്കെ ഡയലോഗ്സിലൂടെയാണ് ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. അത് കൂടുതലായിട്ട് ഈ ക്യാരക്ടറിന് ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു, പാസ്റ്റിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു എന്നുള്ള കഥയൊക്കെ ഈ പ്രസന്റിൽ നടക്കുന്ന സീൻസിലൂടെയാണ് അവതരിപ്പിക്കുന്നത്. ഇല്ല, പ്രസന്റിലി ഒരു വേറൊരു ഇൻസിഡന്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ പടത്തിന്റെ പാസ്റ്റ് പറയുന്നതൊക്കെ ഈ സംസാരങ്ങളിലൂടെയാണ്. ആ സംസാരം അത് മാത്രമല്ല, അതൊരു സംസാരത്തിനെ കണക്ട് ചെയ്തിട്ടാണ് പ്രസന്റിലെ സംസാരം എത്തുന്നതും അവസാനിക്കുന്നതും തുടങ്ങുന്നതും അങ്ങനെയാണ്. അതുകൊണ്ട് ഈ ക്യാരക്ടറിന് ഡെപ്ത് ഉണ്ട്.
ഓരോ ക്യാരക്ടേഴ്സ് ഓരോ ക്യാരക്ടർ എവിടെ നിന്നാണ് വരുന്നത്, എന്തൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത് എന്നുള്ളത് ആ ക്യാരക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സും അങ്ങനെ ഇല്ല തോന്നുന്നല്ലേ. ഒരുമാതിരി എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ആർക്കുണ്ട്. അത് പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകളാണ്. കാട്ടിലെ കഥകൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. നമ്മള് നാട്ടില് കേൾക്കുന്ന സ്ഥിരം കഥകളല്ല. അങ്ങനത്തെ ഭയങ്കര പരുക്കന്മാരായ മനുഷ്യരാ. റോ ആണ് റോ ആണ്. റിയലിസ്റ്റിക് ആണെന്ന് തോന്നുന്നു അല്ലെ? വികൃതി വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ റിയലിസ്റ്റിക് വികൃതി അല്ലെ? പോലെ ഒരു സിനിമ ആവരുത് എന്നുള്ളത് വളരെ Motivate. അതെ, ഇന്ന് എല്ലാ ക്രിയേറ്റേഴ്സിനും പിന്നെ ഞാൻ നോക്കുമ്പോ ഇവര് ഷൂട്ട് ചെയ്യുന്നത് ഡെഡ്ലി ആയിട്ടുള്ള ഒരു കുന്നിന്റെ എഡ്ജിലൊക്കെ നിന്നിട്ടാണ്. അതിന്റെ താഴേക്ക് ഒരു ചെറിയ കല്ലിട്ട് വലിയ കല്ലിട്ട് നോക്കിയാൽ കാണൂല. ഇതൊരു സ്റ്റോറിയുണ്ട്. ഞങ്ങള് ഇങ്ങനെ ഒരു സ്റ്റീപ്പ് ആയിട്ടുള്ള ഒരു ക്ലിഫിന് ഒരു കൊക്കയുടെ സൈഡിൽ ഫ്രെയിം വെച്ചിരിക്കുക. അപ്പൊ നമ്മൾ ഈ മലയാളികൾക്ക് സ്വഭാവം ഉണ്ടല്ലോ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾ വണ്ടി നിറങ്ങും. ഇതിനറിയാം ടീ ബ്രേക്ക് ഫോട്ടോ എടുക്കാൻ ടീ ബ്രേക്ക് അവിടെ പോയി കിസ് ചെയ്യും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് നല്ലൊരു ഒരു മനസ്സും. അപ്പൊ ഈ നിരന്ന് നിൽക്കണം. മലയാളികൾക്ക് അങ്ങനെ നമ്മൾ സ്വഭാവമുണ്ട്. ഒരാൾ ഇറങ്ങിയിട്ട് 3 പേരൊക്കെ ഇറങ്ങിയിരിക്കും. അപ്പൊ ഞങ്ങൾ ആ ഷോട്ട് എടുത്തോണ്ടിരിക്കാം. അപ്പൊ ഇവിടെ ആ എഡ്ജിലാണ് ഇവരെല്ലാം നിൽക്കണം 3 പേര്. കോടമഞ്ഞ് നല്ല മഞ്ഞ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സ്ഥലം. പക്ഷെ ഞങ്ങള് വെറുതെ DOP ഞാനിവിടെ തമാശക്ക് ഷൈൻ വന്നാൽ ഇപ്പൊ ചോദിക്കണ്ടോ, ഞാൻ അതിന്റെ അപ്പുറത്ത് ഇറങ്ങിയിരുന്നു ഇവരെക്കാളും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അഡ്വഞ്ചറസ് ആയിട്ട് തമാശക്ക് വന്നല്ലോ. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പ്രേമിച്ചു. ഷൈൻ ഇല്ല അപ്പൊ ഷൈൻ ആ ഗ്യാങ്ങിലും പെട്ടതാണെങ്കിലും അവിടെ ആ ഇല്ല ശ്രീകാന്ത് ഇവരിങ്ങനെ ഷൈൻ അവിടെ ആ ഷോട്ടിലും ഇല്ല, പരിസരത്ത് ഉണ്ടെന്നേ ഉള്ളൂ. ഞാൻ ഫ്രെയിം വെച്ചിട്ട് ഇങ്ങനെ ഫ്രെയിം നോക്കിക്കൊണ്ടിരിക്കാൻ ഷോട്ട് എടുക്കാന്ന് കേൾക്കുന്നുണ്ട് ക്ലിഫിന്റെ എഡ്ജില് ഞാൻ ഇതിലാണ് നോക്കിക്കൊണ്ട് നിൽക്കണം. പതുക്കെ നോക്കുമ്പോ ഓരോ സ്റ്റെപ്പ് വെച്ചിട്ട് ട്രൈ ചെയ്യാൻ നോക്കണം അവിടെ എന്താ പെട്ടെന്ന് കഴിച്ചു. കാരണം അവിടെ ഭയങ്കര സ്ലിപ്പറിയാണ്. രാവിലെ ആണെങ്കിലും ഭയങ്കര മഞ്ഞുണ്ട്. മറ്റേ പിന്നെ എനിക്ക് ഓർമ്മയുള്ള ഇതേ ഉള്ളൂ, ഷൈനെ എന്ന് ഭയങ്കര വിളിക്കും ഗംഗയെന്ന് വിളിക്കൂലെ. കാരണം ഞാൻ പെട്ടെന്ന് വിളിച്ചു, അങ്ങനെ ഇത്തിരി ലൗഡറായിട്ട് വിളിച്ചു ഷൈനെ. അങ്ങനെ പോയാൽ റിസ്ക് ആണോ. അപ്പൊ പെട്ടെന്ന് ഈ കൊച്ചുകുട്ടികൾ ചിരിക്കില്ലേ, കയറി പോകുന്നു. അതപ്പൊ തന്നെ അത് സെറ്റാവും. തിരിച്ചു പോകും. ചിലപ്പോ അത് ട്രൈ ചെയ്ത് നോക്കണം. അവിടെ നിന്നിട്ട് എനിക്ക് ഹൈറ്റ്സ് അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാക്കാറില്ല. അതെ, ആ ഒരു വ്യൂ എനിക്ക് കുറച്ച് അഡ്വഞ്ചേഴ്സും ഒക്കെ ഇഷ്ടമാണ്. ഈ 3-ാം നിലയിൽ നിന്ന് 2-ാം നിലയിൽ ചാടുക, അവിടെ നിന്ന് ഓടുക. ரொம்ப ஒரு மரത്തിന്റെ അടിയിലെ സ്ലൈഡിങ് അത് ഡൂപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഒരു റിസ്കി ഷോട്ടാണ്. സ്ലൈഡ് ചെയ്ത് വരുന്നതാണ്. ഒരു അത്യാവശ്യം ഒരു മരത്തിന്റെ അടിയിൽ കൂടി സ്ലൈഡ് ചെയ്ത്. അപ്പോ ഇല്ല ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പഴത് ഓടുന്നത് എനിക്ക് തോന്നുന്നത് ഒറ്റ ടേക്ക് കൊടുക്കുന്നുള്ളൂ. ഫസ്റ്റ് ടൈം ഒന്ന് സ്ലൈഡ് ചെയ്ത്. കാരണം നമ്മുടെ പടങ്ങളിൽ അഡ്വഞ്ചറസ് സീക്വൻസുകൾ കുറവല്ലേ. നമ്മളാണെങ്കിൽ ഈ ടോം ക്രൂസിന്റെ പടമൊക്കെ കണ്ടിട്ടേ ഭയങ്കര എന്നാണ് ഒരു ബൈക്ക് അങ്ങനെ ജമ്പ് ചെയ്തിരിക്കാൻ പറ്റുക. ഞാൻ ഡോക്ടറെ അടുത്ത് ചോദിച്ചു, ഡോക്ടർ എന്നാണ് എനിക്ക് ബൈക്ക് പോയിട്ട് അപ്പവേ പോയിട്ടിരുപ്പോ. ഞാൻ ഡോക്ടറോട് ചോദിക്കും, എന്നാ ഡോക്ടർ എനിക്ക് ഫൈറ്റൊക്കെ ചെയ്തു തുടങ്ങാൻ പറ്റുക, ബൈക്ക് എടുത്ത് ചാടാനും കയറിൽ പിടിച്ച്. ഞാനിപ്പോ അടിനാശം വെള്ളപ്പൊക്കത്തില് അവര് റോപ്പൊക്കെ ഇട്ട് വെച്ചിരിക്കും കയറിൽ കയറാൻ. ആനേനെ പേടിച്ച് കയറും പിടിച്ച് കയറണം മരത്തിന് മുകളിൽ. ഞാൻ റോപ്പൊന്നും വേണ്ട, ഞാൻ തന്നെ കയറിക്കോളാം. അങ്ങനത്തെ സീക്വൻസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം സിനിമയിൽ മാത്രമേ അതിനുള്ള പെർമിഷൻ കിട്ടുള്ളൂ. എല്ലാവരുടെ പെർമിഷനോട് കൂടിയിട്ട് നമുക്ക് അങ്ങനെ അവസരം കിട്ടുക, എല്ലാവരും നോക്കിയിരിക്കുക, അത് ക്യാപ്ചർ ചെയ്യുക, അത് കാണുക, അതൊക്കെ സിനിമയിൽ മാത്രം സംഭവിക്കുന്നതാണ്. അത്രയും എൻജോയ്മെന്റിൽ നിങ്ങൾ ചെയ്തിട്ടുള്ളത് ഇപ്പൊ ടീച്ചർ കാണുമ്പോഴും പാട്ടുകൾ കാണുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു പ്രതീക്ഷയുണ്ടല്ലോ. ഇപ്പൊ ഇവരുടെയൊക്കെ ലുക്കുകൾ കാണുമ്പോഴും ഹക്കിം മാലിക്കും ശ്രീകാന്തനാണെങ്കിലും അത് ജിയോചേട്ടന്റെ ഒക്കെ ആണെങ്കിലും കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രതീക്ഷ അത് തിയേറ്ററിലും അങ്ങനെ തന്നെ ആവട്ടെ, വമ്പൻ സക്സസ് ആയി മാറട്ടെ. ഷൈൻചേട്ടാ ബി ഹിയർ. ഇനിയും ഒരുപാട് സിനിമകൾ നല്ല കിടിലമായിട്ട് ചെയ്യാൻ പറ്റാൻ സ്റ്റേ ഹിയർ. ഇനി ഏറ്റവും അടുത്ത നല്ല മലയാള സിനിമകളിൽ സ്വന്തമായി ഡബ് ചെയ്ത് കിടിലനായിട്ട് പറ്റാം. അപ്പൊ താങ്ക് യു സോ മച്ച്. അടുത്ത സിനിമയ്ക്ക് കാണാം. ഈ സിനിമ കാണില്ലേ?